നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ ഞാൻ 2-3 വിദേശ റിക്രൂട്ട്മെന്റുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം കേരള ഗവൺമെന്റിന്റെ ഒരു ഏജൻസി വഴിയുള്ള അവസരമാണ്. മിനിമം 10ാം ക്ലാസ് എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ഈ ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂവിനെ കുറിച്ച് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഫ്രഷേഴ്സിന്റെ ചില അവസരങ്ങൾ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മേഖലയിലെ അവസരങ്ങൾ, അതല്ലെങ്കിൽ IT മേഖലയിലെ അവസരങ്ങളൊക്കെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ അവസരങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. അവിടെ പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ലഭ്യമാണ്. അതുകൂടാതെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറിയിലുള്ള തൊഴിൽ അവസരങ്ങൾ കണ്ടെത്തുകയും ആകാം. ഇഷ്ടപ്പെട്ട കാറ്റഗറിയിലുള്ള തൊഴിൽ അവസരം കണ്ടെത്തിയിട്ട് അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ വന്നിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഇപ്പം വാക്ക് ഇൻ ഇന്റർവ്യൂ എന്ന ഓപ്ഷൻ എടുത്താൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു സൈറ്റും സന്ദർശിക്കാൻ മറക്കല്ല്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് കേരള ഗവൺമെന്റ് കീഴിലുള്ള കൈറ്റിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. കൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ഈ വിക്ടേഴ്സ് TV ഒക്കെ ഇവരുടെ കീഴിലുള്ള ഒരു പ്രവർത്തനമാണ്. ഇപ്പൊ ഈ കൈറ്റില് പ്രോഗ്രാമർ ട്രെയിനീസിനെയും പ്രോഗ്രാമേഴ്സിനെയും ഹയർ ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമർ ട്രെയിനി, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ട്രെയിനി എന്ന തസ്തികയിലേക്ക് 10 പേരെയാണ് ഹയർ ചെയ്യുന്നത്. എന്തായിരിക്കും ക്വാളിഫിക്കേഷന്? കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്, ഇലക്ട്രോണിക്സ് ഈ മേഖലയിലൊക്കെ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിനും അപേക്ഷിക്കാം. ബേസിക് പ്രോഗ്രാമിംഗ് സ്കില്ല് കാണണം എന്ന് മാത്രം. അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇവരിവിടെ നൽകുന്നുണ്ട്. എന്തായിരിക്കും ജോലിയുടെ ഒരു പ്രത്യേകതയെന്ന് താല്പര്യമുള്ളവർക്ക് അത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. 10 ഒഴിവുകളാണ് ഈ തസ്തികയിലുള്ളത്. ഇതിൻ്റെ റെമ്യൂണറേഷൻ 15,000 രൂപ പെർ മന്ത് എന്നുള്ളതായിരിക്കും. അതുകൂടാതെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന തസ്തികയിലേക്ക് 4 പേരെയും ഈ കൈറ്റ് ഹയർ ചെയ്യുന്നുണ്ട്. ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക? ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ IT ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അതായത് BCA, BSc കമ്പ്യൂട്ടർ അല്ലെങ്കിൽ MCA, MSc കമ്പ്യൂട്ടർ ഒക്കെ കഴിഞ്ഞവർക്ക്, അല്ലെ BTech കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ PGDCA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫ്രം എ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. എൻ്റെ ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. റിമ്യൂണറേഷൻ 35,000 മുതൽ 45,000 രൂപ വരെയാണ് പ്രതിമാസം ലഭ്യമാവുക. അപ്പോൾ കാൻഡിഡേറ്റ്സിന് ഈ സ്കില്ലൊക്കെ ഉള്ളവർക്ക് പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതേപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ അറിഞ്ഞിരിക്കുക, അങ്ങനെയുള്ള അതേപോലെ ഈ ഡേറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഊപ്സ് ഇതൊക്കെ അറിയാവുന്നവർക്ക് പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, കൈറ്റിലെ വേക്കൻസി 2 ഒന്ന് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ട്രെയിനി, 10 ഒഴിവുകൾ. അത് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെ PG കമ്പ്യൂട്ടർ സയൻസിൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 15,000 ആയിരിക്കും ശമ്പളം. എക്സ്പീരിയൻസ് ആവശ്യമില്ല. എന്നാൽ പ്രോഗ്രാമർ എന്ന തസ്തികയിലേക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഈ വിഷയങ്ങളിൽ ഡിഗ്രി, കമ്പ്യൂട്ടർ വിഷയങ്ങളിൽ ഡിഗ്രിയോ PGയോ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ സാധാരണ ഡിഗ്രി പ്ലസ് PGDCA കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ പരിശോധിക്കുക. അടുത്ത അവസരം നമ്മുടെ കൊച്ചിയിലേക്കാണ്. എറണാകുളത്തുള്ള ഒരു പ്രമുഖ കമ്പനിയിലേക്ക് BTech അല്ലെ ഡിപ്ലോമ അല്ലെ ITI അതെല്ലാ ബ്രാഞ്ചിൽ കഴിഞ്ഞവരുടെയും വമ്പൻ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഓർക്കുക, ഇതൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവിടേക്ക് സിവിലുകാരെയും ഫിറ്ററുകാരെയും ആവശ്യമില്ല. ബാക്കി എല്ലാ ബ്രാഞ്ചിലും അല്ലെ എല്ലാ ട്രേഡിൽ ഡിപ്ലോമയും ITIയും BTech കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. ഓർക്കുക, ഈ ഒരു അവസരം ഒരുക്കുന്ന 3J കൺസൾട്ടിങ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഇവരുമായി കോൺടാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും ഇതിൽ താല്പര്യമുള്ളവർക്ക് jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോയിട്ട് 3J കൺസൾട്ടിങ് എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക.
നിങ്ങളെ ഈ 3J കൺസൾട്ടിംഗ് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതായിരിക്കും. ഇനി നമുക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയായ ഒഡേപെക് വഴി ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് പരിശോധിക്കാം. മിനിമം 10ാം ക്ലാസ് എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് പ്രതിമാസം 50,000 രൂപ ശമ്പളം ലഭിക്കാവുന്ന അവസരങ്ങളാണ്. UAE വേൾഡ് സെക്യൂരിറ്റിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡുമാരുടെ ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് ഇവരിപ്പം നടത്തുന്നത്. ആക്ച്വലി ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് മുമ്പും ഈ യൂട്യൂബ് ചാനലിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുവാനായിട്ടാണ് സൂചിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ അവസരം ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഫോർ സെക്യൂരിറ്റി ഗാർഡ്സ് ടു വേൾഡ് സെക്യൂരിറ്റി UAE. ഏതാണ്ട് 2262 UAE ദിറം ശമ്പളമുള്ള അവസരമാണ്. ഏകദേശം 50,000 രൂപയോളം ഇന്ത്യൻ റുപ്പീസ് ലഭ്യമാകുന്ന അവസരമാണ്. SSLC അല്ലെങ്കിൽ അതിൽ മുകളിൽ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം അപേക്ഷിച്ചാൽ മതിയാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂയിലൂടെ ആയിരിക്കും ഇവരെ സെലക്ഷൻ നടത്തുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒഡേപെക് കണ്ടക്ട്സ് എ വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഫോർ സെക്യൂരിറ്റി ഗാർഡ്സ് ടു UAE എന്നായിരിക്കും വാക്ക് ഇൻ ഇൻ്റർവ്യൂ. 22-ാം തീയതി ജൂൺ 8:30 മണിക്ക് ഒഡേപെക്കിൻ്റെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. അതായത് തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള കാർമൽ ടവേഴ്സ്, കോട്ടൺ ഹിൽ സ്കൂളിന് എതിർവശമുള്ള കാർമൽ ടവേഴ്സിൻ്റെ 5ാമത്തെ ഫ്ലോറിലാണ് ഒഡേപെക് ഓഫീസ്. അവിടെ 22-ാം തീയതി ജൂൺ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പം ഇവിടെ അവർ എഴുതിയിട്ടുണ്ട്, കാൻഡിഡേറ്റ്സ് ഹു മീറ്റ് ദ ബിലോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ക്യാൻ അറ്റൻഡ് ദ ഇൻ്റർവ്യൂ on the above mentioned date and time with their biodata, passport and originals of qualification and experience. അതായത് നിങ്ങളുടെ ബയോഡാറ്റയും ഫോട്ടോഗ്രാഫും അതേപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഒറിജിനലുമായിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആർക്കായിരിക്കും ഇതിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വരിക? 22 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം. മിനിമം 5 അടി 5 ഇഞ്ചെങ്കിലും ഹൈറ്റ് കണ്ടിരിക്കണം. മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ സ്മാർട്ട് അപ്പിയറൻസ് ആയിരിക്കണം. ടാറ്റൂസ് വിസിബിൾ ആയിട്ടൊന്നും കാണല് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഡ്രസ് കോഡൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് ഷൂവും ഇട്ട് വേണം ഈ ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഈ ലീഗൽ ഗൈഡ് ലൈൻസ്, സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു ധാരണ കാണണം എന്നൊക്കെ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. മിനിമം 2 വർഷം എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെക്യൂരിറ്റി ആയിട്ട് ആ മേഖലയിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇവർ വേറെ ഒരു കാര്യം കൂടി പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു ദോസ് ഹു ഹോൾഡ് എനി സെക്യൂരിറ്റി ലൈസൻസ് ഫോർ പേഴ്സൺസ് ഫ്രം ആർമി, സിവിൽ ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. 10ാം ക്ലാസ് എങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. ബേസിക് സാലറി 1200 UAE ദിറം ആയിരിക്കും. അത് തന്നെ ഏതാണ്ട് ഒരു 30,000 രൂപയുടെ അടുത്ത് വരും. പിന്നെ ഹൗസിംഗ്, ഷെയർഡ് കമ്പനി അക്കോമഡേഷൻ ലഭ്യമാകുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കമ്പനി ട്രാൻസ്പോർട്ട് ലഭ്യമാകും. സെക്യൂരിറ്റി അലവൻസ് ഉണ്ട്. ഓവർ ടൈം പോലെയുള്ള ഇതുണ്ട്. ഗ്രോസ് സാലറി 2262, ഏകദേശം 50,000 രൂപ ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ജോലിയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ പങ്കെടുക്കാം. ഓർക്കുക, ഡേറ്റ് 22-ാം തീയതി ജൂൺ വഴുതക്കാടുള്ള ഒഡേപെക്കിൻ്റെ ഓഫീസിൽ വെച്ചിട്ട് മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇനി നമുക്ക് കൂടുതൽ ചില വിദേശ അവസരങ്ങൾ കൂടി പരിശോധിക്കാം. UAE ഒരു പ്രമുഖ റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക് ഏതാണ്ട് 5ഓളം വിവിധ തസ്തികകളിൽ ഹയറിംഗ് നടക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂയിലൂടെ ഈ അവസരങ്ങളിലേക്ക് എത്താം. റിസീവർ BCom വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇന്റേണൽ ഓഡിറ്റർ MCom വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ഈ മേഖലയിലുള്ളവർക്ക് അപേക്ഷിക്കാം. അക്കൗണ്ടന്റ് MCom വിത്ത് 2 to 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഈ ഫീൽഡിലുള്ളവർക്ക് അപേക്ഷിക്കാം. മാർക്കറ്റിംഗ് മാനേജർ MBA വിത്ത് 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 2 to 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലുള്ളവർക്ക് അപേക്ഷിക്കാം. അതേപോലെ സ്റ്റോർ മാനേജർ ഡിഗ്രി വിത്ത് 3 to 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ സൂപ്പർ മാർക്കറ്റ് ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഓർക്കുക, ഇതിന് വേണ്ടിയിട്ട് ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. വാക്ക് ഇൻ ഇൻ്റർവ്യൂ 21-ാം തീയതി കോഴിക്കോട് വെച്ചിട്ടും 22-ാം തീയതി വെച്ച് തിരൂർ വെച്ചിട്ടുമായിരിക്കും നടക്കുക. 10 മണിക്കും 12 മണിക്കും ഇടയ്ക്കായിട്ട് ഇവരുടെ ലൊക്കേഷനിലേക്ക് എത്തി ഈ വാക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം.
ഈ അവസരം ഒരുക്കുന്ന ബ്രദേഴ്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവർക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ECNR ഉള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിച്ചാൽ മതിയാകും. ECNR എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ്. ഓക്കെ, ഇനി അടുത്ത അവസരം ബഹ്റിനിലേക്കുള്ളതും കൂടി ഒന്ന് പരിശോധിക്കാം. ബഹ്റിനിലേക്ക് ഇന്റേണൽ ഓഡിറ്ററായിട്ട് 2 years GCC എക്സ്പീരിയൻസ് ഉള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. ഇൻവെന്ററി കൺട്രോളറായിട്ട് 2 വർഷത്തെ GCC ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ഡിഗ്രി ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. HR എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിലേക്ക് MBA HR ഇത് 2 year ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. റിസീവർ എന്ന തസ്തികയിലേക്ക് BCom വിത്ത് 2 years ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇവിടെ 25 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ കഴിയുക. ഇതിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം. എന്നാൽ ആദ്യത്തേത് വോക്ക്-ഇൻ ഇന്റർവ്യൂ ആയിരിക്കും. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. അതല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന നമ്പറിൽ ഇവരെ വിളിച്ചു ഉറപ്പാക്കിയതിനു ശേഷം വോക്ക്-ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ ഈ അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയും. അടുത്ത അവസരം അറ്റ്കിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രമുഖമായ കമ്പനിയിലാണ്. ഇവര് നമുക്ക് കേട്ടിരിക്കുന്ന SNC ലാവ്ലിൻ ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. ഇതിന്റെ കീഴിലുള്ള വേൾഡിലെ തന്നെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസിയാണ് അറ്റ്കിൻ എന്നുള്ളത്. അപ്പോൾ ഇവര് കുറെ തസ്തികകളിലേക്ക് ഫ്രഷർ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന തസ്തിക മാത്രമല്ല, MBA പോലെയുള്ള മറ്റ് തസ്തികകളിലും ഇവരെ ഹയർ ചെയ്യുന്നുണ്ട് ഫ്രഷേഴ്സിനെ. ഇവിടെ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് ഗ്രാജുവേറ്റ് ടെർമിനൽ എഞ്ചിനീയർ എന്നുള്ളതാണ്. MTech മെക്കാനിക്കലിലോ ടെർമിനലിലോ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഗ്രാജുവേറ്റ് പവർ സിസ്റ്റം എഞ്ചിനീയർ, MTech പവർ സിസ്റ്റം എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ ഇലൂമിനേഷൻ ആൻഡ് ലൈറ്റിംഗ് എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് MTech ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലൂമിനേഷൻ ലൈറ്റിംഗ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഗ്രാജുവേറ്റ് ഇനിയെല്ലാം BTechകാരുടെ അവസരം. ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, അത് BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഗ്രാജുവേറ്റ് കെമിക്കൽ എഞ്ചിനീയർ, BTech കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും. ഗ്രാജുവേറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇത് ഗ്രാജുവേറ്റ് BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും. ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇത് BTech ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. ഓർക്കുക, നമ്മുടെ കേരളത്തിൽ വർക്ക് ലൊക്കേഷൻ ഇല്ല. ബാംഗ്ലൂർ, പൂനെ, മുംബൈ അല്ലെ ഗർഗോൺ, ഗുഡ്ഗാവ് ഇവിടെയൊക്കെ ആയിരിക്കും വർക്കിംഗ് ലൊക്കേഷൻ ഉള്ളത്. ഇവരുടെ MEP സെക്ടറിലേക്ക് വേണ്ടിയിട്ടാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. അപ്പം ഇത് 2023 പാസ് ഔട്ട് ആവുന്നവർക്കുള്ള അവസരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർ, ഇത് കൂടാതെ MBAക്കാരുടെയൊക്കെ അവസരങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് പരിശോധിക്കാം. ഇവരുടെ സൈറ്റിൽ പോയിട്ട് ഓരോ വേക്കൻസിയുടെയും ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. അതിൻ്റെ റെഫറൻസ് ID ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. അത് വെച്ചിട്ട് ഓരോ വേക്കൻസിയുടെയും ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ളിടത്ത് അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ അതാത് കമ്പനികളുമായി അധികൃതരുമായി ബന്ധപ്പെട്ടോ അവരുടെ വെബ്സൈറ്റിലോ അല്ലെ അവരുടെ കണ്ടന്റിലൊക്കെ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ പ്രൈവറ്റ് കമ്പനി റിക്രൂട്ട്മെന്റിന് ആർക്കും പണമൊന്നും നൽകേണ്ടതില്ല എന്നുള്ള കാര്യം ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നു. ഇതേപോലെയുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.